ഇതാപ്പം നല്ല ലിച്ചി ഉണ്ട്, അടിപൊളി ലിച്ചി. മാർക്കറ്റിൽ പോയാൽ കിട്ടില്ല. ഇത് നമ്മളെ വിന്റർ ലിച്ചിയാണ്. വയനാട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. വയനാട് ജില്ലയിലെ മേപ്പാടിക്കടുത്ത റോസ് ഗാർഡനിലാണ് ഇപ്പോൾ ഉള്ളത്. വിന്റർ ലിച്ചിൻ്റെ വിളവെടുപ്പിന് വന്നതാണ് നമ്മൾ. ഇതാ ഈ വിളവെടുക്കുന്ന കുറേ ആൾക്കാരെ നമുക്ക് കാണാം. എങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ വിളവെടുപ്പ്, അത് ഇന്ന് വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരാം. വാ. ലിച്ചി എന്ന് പറയുന്നതിൻ്റെ ഒറിജിൻ ചൈനയാണ്. ഈ ചൈനയിൽ നിന്നാണ് നോർത്ത് ഇന്ത്യയിലേക്ക് ഇത് വന്നത്. അപ്പോൾ ഇവിടെ ഇത് കായ്ക്കാൻ കാരണം എന്നാന്ന് പറഞ്ഞാൽ നമ്മുടെ ബീഹാറാണ് ലിച്ചിയുടെ ഏറ്റവും വലിയ സെൻറ്റർ. ബീഹാറിൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് നവംബർ ഡിസംബറിൽ നല്ല തണുപ്പ് വരും. ആ തണുപ്പ് വരുമ്പോഴാണ് ഇതിൻ്റെ അകത്ത് ഈ ലിച്ചി മരത്തിൻ്റെ അകത്ത് ഫ്ലവറിങ് ഹോർമോൺ ഇൻഡ്യൂസ് ചെയ്യുന്നത്. നമ്മുടെ മലയോര പ്രദേശങ്ങൾ, അതായത് ഒരു 2800-3000 അടി പൊക്കമുള്ള മലയോര പ്രദേശങ്ങളിൽ നമുക്കിവിടെ മൺസൂൺ കാലവർഷം തുടങ്ങുമ്പോൾ നമുക്കിവിടെ 18 ഡിഗ്രി താഴെ ടെമ്പറേച്ചർ വരുന്നു. അപ്പോഴാണ് ഈ ഫ്ലവറിങ് ഹോർമോൺ ഇൻഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് സെപ്റ്റംബറിൽ പൂക്കുകയും നവംബർ അവസാനം അല്ലെങ്കിൽ ഡിസംബർ ആദ്യം പഴം കിട്ടും. ഇത് വേറെ ഒരിടത്തും ഈ സമയത്ത് ഇല്ല. ഇതിന് വിൻ്റർ ലിച്ചി എന്നാണ് പറയുന്നത്. ഇന്ത്യ മുട്ടക്ക് ആവശ്യക്കാർക്ക് പോകും. ഇപ്പോൾ വന്നിരിക്കുന്ന പ്രശ്നം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതിനൊരു പ്രീമിയം ഡിമാൻഡുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പരാജയം എവിടെയാണെന്ന് ചോദിച്ചാൽ ആൾക്കാർക്ക് ഇതിൻ്റെ റൈപ്പണിങ് സ്റ്റേജ്, അതായത് സൗത്ത് ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ റൈപ്പണിങ് സ്റ്റേജ് അറിയത്തില്ല. അപ്പോൾ ഒരു സൈഡ് ചുമക്കുമ്പോഴേ തന്നെ ഇവർ പറിക്കും. അപ്പോൾ പുളിയാണെന്നും പറഞ്ഞുകൊണ്ട് ഇതിന് യാതൊരു വക ഇമ്പോർട്ടൻസും കൊടുക്കുന്നില്ല. ഇത് നന്നായിട്ട് പഴുത്ത് വേണം എടുക്കാൻ. ഈ പഴുത്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് വലയിട്ടെങ്കിലേ ഇത് പറ്റുള്ളൂ. ഈ വലയിടുന്നത് തന്നെ റംബുട്ടാൻ വലയിടുന്ന പോലെ ഇട്ടാൽ പറ്റുകയില്ല. ഇതിന് ഫ്രെയിം വർക്ക് ചെയ്തുണ്ടാക്കണം. എന്നാ വെച്ചാൽ റംബുട്ടാൻ ഈ രോമം ഉള്ളത് കാരണം വല മുട്ടിക്കിടന്നാലും വാവലി ശല്യങ്ങളില്ല. ഇത് ഇതിൻ്റെ ഔട്ടർ പെരിഫറിയിലാണ് കാ മുഴുവൻ. അപ്പോൾ ഈ കായ മുട്ടിക്കിടന്നാൽ വല വന്നിരുന്നിട്ട് ഇത് മുഴുവൻ അടിച്ചു പോകും. അപ്പം ഇത് വല മരത്തെ മുട്ടാണ്ട് ഫ്രെയിം വർക്ക് ചെയ്ത് ഇടണം. കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷം വരെ ഞങ്ങൾക്ക് നല്ല വില കിട്ടുമായിരുന്നു. 100-500 രൂപ കിട്ടുമായിരുന്നു. ഇപ്പോൾ അതിന് വില കുറയായി. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇത് ആൾക്കാർ കൃഷി ചെയ്തിട്ട് ഇത് പച്ചയോടുകൂടി പറിച്ചിട്ട് മാർക്കറ്റിലെത്തിക്കുമ്പോൾ ഇത് പുളിയാണെന്നും പറഞ്ഞുള്ള ഒരു ധാരണ നാട്ടിൽ ഒക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ അത് കാരണം മാർക്കറ്റ് ഇച്ചിരി ക്രാഷ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിത് ഒരെണ്ണം കഴിക്കുകയാണേ. ഇത് നല്ല ഫ്ലഷിയാണ്, നല്ല ടേസ്റ്റിയാണ്. നേരത്തെ നമ്മൾ ഒരെണ്ണം കഴിച്ചു നോക്കിയായിരുന്നു വന്നപ്പം. അപ്പോൾ നല്ല ഇതുണ്ടോ, സൂപ്പർ 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 ടേസ്റ്റ്. അപ്പോൾ ഇതാ ബോക്സ് നിറയെ ലിച്ചിപ്പഴങ്ങളാണ് കേട്ടോ. ഈ ലിച്ചിപ്പഴം ഇതാ ഇവിടെ നിന്ന് തന്നെ കയറ്റി പോകും. അത് പല സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നുണ്ട്, മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. അവിടെയൊക്കെ വലിയ ഡിമാൻഡാണുള്ളത്. കാരണം ഇത്രയും പഴുത്തു പറിക്കുന്നത് കൊണ്ടാണ് ഇതിന് ഇത്ര രുചി, അത്ര ടേസ്റ്റ് ആയതുകൊണ്ടാണ് അത്ര ഡിമാൻഡും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ്